ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأسروا قولكم واجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മുത്തഖീങ്ങളായ നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനും പടച്ച റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ അനേകായിരം സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് നാം അഥവാ മനുഷ്യർ. മറ്റിതര ജീവജാലങ്ങളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന
സവിശേഷത അല്ലെങ്കിൽ മനുഷ്യന്റെ സ്ഥാനം ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫ, ദൈവത്തിന്റെ പ്രതിനിധി എന്നതാണ്. മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തന്റെ പ്രതിനിധികളായി അയക്കുക മാത്രമല്ല ചെയ്തത്, മനുഷ്യരല്ലാത്ത മറ്റെല്ലാ സൃഷ്ടികളെയും എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും മനുഷ്യന് വേണ്ടിയാണ് താൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുകൂടി അല്ലാഹു തആല പ്രഖ്യാപിച്ചു. വഖലഖലക്കും മാഫിൽ അർളി ജമിയ, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യരല്ലാത്ത എന്തെല്ലാം ഈ ഭൂമിയിലുണ്ടോ അതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് ഖുർആന പറഞ്ഞത്. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ സന്ദർഭത്തിൽ ഒന്നാമത്തെ മനുഷ്യനോടായി തന്നെ അല്ലാഹു തആല പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹീൻ. നിങ്ങൾ ഇനി ഭൂമിയിലേക്ക് പോവുക. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം വരെ ഒരു ജീവിത സങ്കേതം അവിടെ ഉണ്ടാകും. വ മതാഉൻ ഇലാഹീൻ, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിത വിഭവങ്ങളും അവിടെ ഉണ്ടാകും. ഒരു നിശ്ചിത സമയം വരെ ജീവിത സങ്കേതങ്ങളും വിഭവങ്ങളും നിങ്ങൾക്കവിടെ ഉണ്ടാകും, നിങ്ങൾ പുക്കൊള്ളുക എന്ന് മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞ് അയക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് വസ്തുക്കൾ, സാമഗ്രികൾ ആവശ്യമാണ്. മറ്റ് സൃഷ്ടികളെ പോലെ അല്ല. അവന്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ട്. മനുഷ്യന് ആവശ്യമായ ഈ വസ്തുക്കൾക്കാണ് വിശുദ്ധ ഖുർആൻ മതാ അഥവാ ജീവിത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ നിങ്ങൾക്കവിടെ മതാ ഉണ്ട്, ജീവിത വിഭവമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ആവശ്യമായ പദാർത്ഥം, ഭക്ഷണങ്ങൾ, ആഹാരം അല്ലാഹു തആല അവിടെ പാചകം ചെയ്തു വച്ചിരിക്കുന്നു. നിങ്ങൾക്കാവശ്യമായ ജലം അല്ലാഹു ഭൂമിയെ കുഴിച്ച് അവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്കാവശ്യമായ വസ്ത്രങ്ങളെ അല്ലാഹു തആല അവിടെ തയ്യാറാക്കി തുന്നിവച്ചിരിക്കുന്നു എന്നല്ല. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്കിഹി വഇലൈഹിൻ നുശൂർ. അവൻ അല്ലാഹു ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഈ ഭൂമിയെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഭൂമിയാകുന്ന ഈ മഹാഗോളത്തെ അല്ലാഹു തആല, ഓ മനുഷ്യരെ, നിങ്ങൾക്ക് നാം വിധേയമാക്കി തന്നിരിക്കുകയാണ്. നിങ്ങളല്ലാത്ത, നിങ്ങളെക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയിലെ മൃഗങ്ങളെ അടക്കം എല്ലാത്തിനെയും നിങ്ങൾക്ക് നാം വിധേയമാക്കി തന്നിരിക്കുന്നു. ഈ ഭൂമിയിലെ മണ്ണ്, അവിടുത്തെ പാറകൾ വരെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാനും ഇളക്കിമറിക്കുവാനും കഴിയും വിധം ഈ ഗോളത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫംശൂ ഫീ മനാകിബിഹാ, ഇനി ഈ ഭൂമിയിലൂടെ, അധ്വാന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഈ ഭൂമിക്ക് മുകളിൽ അധ്വാന മാർഗത്തിലൂടെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഫകുലൂ മിർ റിസ്കിഹി, എന്നിട്ട് അവന്റെ വിഭവങ്ങളെ നിങ്ങൾ തിന്നുകയും ഭുജിക്കുകയും ചെയ്തുകൊള്ളുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യന് ആവശ്യമായ അളവിൽ അവൻ കുഴിച്ചെടുക്കാനും ഉപയോഗപ്പെടുത്തുവാനും രൂപപ്പെടുത്താനും കഴിയും വിധം എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല ഇവിടെ ആ അർത്ഥത്തിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ വിത്തിറക്കൂ, വിളവെടുക്കൂ, അധ്വാനിക്കൂ, ആഹരിക്കൂ. ഇതാണ് ഖുർആനിന്റെ മുദ്രാവാക്യം. തന്റെ അടിമകൾ വിഭവങ്ങളില്ലാതെ, നല്ല ഭക്ഷണമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല.
തന്റെ അടിമകൾ ദരിദ്രരായി ജീവിക്കണം എന്നത് പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. താൻ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള വിഭവങ്ങളെ അവർ തേടുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് അള്ളാഹുവിന്റെ താൽപര്യം. ജീവിത വിഭവങ്ങൾ തേടുന്നതിലും അധ്വാനിക്കുന്ന വിഷയത്തിലും മനുഷ്യൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. തന്റെ ജീവിത വിഭവത്തിന് ആവശ്യമായ സംവിധാനം കണ്ടെത്തുന്നതിലും ആ വസ്തുക്കൾ നേടിയെടുക്കുന്നതിലും മനുഷ്യനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അധ്വാന മാർഗത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, അത് മുഴുസമയ ആരാധനയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. മഹാനായ ഉമറുൽ ഖത്താബ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നമസ്കാരത്തിന് ശേഷവും പള്ളിയിൽ നിന്ന് പോകാതെ തുടർച്ചയായി പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്ന് തസ്ബീഹുമാലയും മറിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളുടെ അടുത്തേക്ക് തന്റെ വടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആക്രോശിച്ചു അവരോട്, അല്ല, നിങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിനോട് എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനെവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നു? ആകാശം അതിന്റെ സ്വർണവും വെള്ളിയും നിങ്ങൾക്കുമേൽ വർഷിക്കില്ല എന്നറിഞ്ഞുകൂടെ? പോകൂ, ഇനി അടുത്ത നമസ്കാരത്തിനല്ലാതെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ചടഞ്ഞുകൂടി ദിക്റ് ചൊല്ലിയ ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് ഇസ്ലാമിന്റെ പോളിസിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് വെള്ളിയാഴ്ച നമസ്കാരം. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ, അള്ളാന്റെ വിളി നിങ്ങൾ കേട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകി നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഓടിച്ചെല്ലണം. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങളുടെ കച്ചവടങ്ങളെ, നിങ്ങളുടെ ഭൗതിക വ്യവഹാരങ്ങളെ നിർത്തിവെക്കണം നിങ്ങൾ. എന്നിട്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഇറങ്ങി ഓടിപ്പുറപ്പെടണം. അതാണ് നിങ്ങൾക്കുത്തമം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു, നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നമസ്കാരം അവസാനിച്ചാൽ, ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലേക്ക് പിന്നെ പുറപ്പെട്ടു കൊള്ളണം. അല്ലാഹു തആല ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന വിഭവങ്ങളെ തേടുവാൻ, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഫളല്, അവന്റെ ഔദാര്യം, അവന്റെ വിഭവങ്ങളെ തേടാൻ വേണ്ടി പിന്നെ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിക്ക് പുറത്തേക്ക് പൊക്കൊള്ളണം എന്നാണ്. ഒരു വേള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് സുന്നത്ത് നമസ്കരിച്ചിരുന്നത് എന്നാണ്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭൗതിക വ്യവഹാരങ്ങളിലേക്ക് പുറപ്പെടണം. നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അച്ചടക്കത്തോടെ നിങ്ങൾ അതിന് വരികയും വേണം. എത്ര ശക്തമായ ഒരു ഉപദേശമാണ് ഖുർആനിൽ നൽകുന്നത്. ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിലൂടെ നിങ്ങൾ വ്യാപിക്കുക, സഞ്ചരിക്കുക, അള്ളാഹുവിന്റെ ഔദാര്യത്തെ, അവന്റെ വിഭവങ്ങളെ നിങ്ങൾ തേടൂ എന്നതാണ്. ജീവിത വിഭവം തേടുന്നതിൽ നിന്നും അധ്വാനിക്കുന്നതിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് അവനെ തടയുന്ന എല്ലാത്തരം സങ്കല്പങ്ങളും ചിന്താഗതികളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ഇസ്ലാമിന് അന്യമാണ്. ഇപ്പൊ തവക്കുലിന്റെ പേരിൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആശയത്തിന്റെ പേരിൽ വായകീറിയ തമ്പുരാൻ അന്നവും തരാതിരിക്കില്ല എന്ന് ചിന്തിച്ച് അധ്വാനിക്കാതെ തവക്കുലിന്റെ സിദ്ധാന്തവും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. മറ്റുള്ളവരുടെ കനിവിലും കാരുണ്യത്തിലും ജീവിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ച് തവക്കുലിന്റെ ആശയവുമായി നടക്കുന്ന ആളുകൾ. എന്നിട്ട് അവർ തങ്ങളുടെ ഈ ആശയത്തെ ന്യായീകരിക്കാൻ വേണ്ടി പ്രവാചകന്റെ ഒരു ഹദീസിനെയും ഉയർത്തിപ്പിടിക്കുന്നു. എന്താണ് ഹദീസ്? റസൂൽ പറഞ്ഞിട്ടുണ്ട്, തഖുദുത്തുയൂറു ഹിമാസൻ വ തറൂഹു ബിത്വാന, പക്ഷി, കിളികൾ നേരം വെളുക്കുമ്പോൾ അതിന്റെ കൂട്ടിൽ നിന്ന് ഒഴിഞ്ഞ വയറുമായി പോകുന്നു,
വതറൂഹു ബിത്വാന, നേരം സന്ധ്യയാകുമ്പോ അത് നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. ഒഴിഞ്ഞ വയറുമായി പോകുന്ന പക്ഷി നേരം സന്ധ്യയാകുമ്പോ വയറ് നിറച്ച് മടങ്ങി വരുന്നു. പ്രവാചകന്റെ ഈ ഹദീസിനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇവര് അവരുടെ ആശയത്തെ വെള്ളപൂശുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് അവരുടെ ആശയത്തിനെതിരായ ഒരു ഹദീസാണ്. പക്ഷി നേരം വെളുക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഉണരുന്നതിനേക്കാൾ മുമ്പ് പ്രഭാതം പൊട്ടിവിടരുന്ന ആ സമയത്ത് തന്നെ പക്ഷി അതിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അത് ചിലച്ച് അതിന്റെ കൂട്ടിൽ തന്നെ ഇരിക്കാതെ അതതിന്റെ കൂട്ടിൽ നിന്ന് പറന്നു പോവുകയും വയലേലകളിലും അതേപോലെ തന്നെ തോട്ടങ്ങളിലും കുളങ്ങളിലും തടാകങ്ങളിലുമൊക്കെ തന്റെ ആഹാരം തേടി നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് കൊത്തിയെടുത്തിട്ടാണ് അത് വൈകുന്നേരമാകുമ്പോഴേക്കും നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നത്. ഈ ഹദീസ് എങ്ങനെയാണ് പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അന്നം തരാൻ വായ കീറിയവൻ അന്നവും എത്തിക്കും എന്ന് പറയുക, എന്ന ആശയത്തിന് അനുകൂലമാവുക? പക്ഷെ സൂഫി ചരിത്രത്തിൽ അത്തരം ചില ആളുകൾ ഈ ഹദീസിനെ അവരുടെ കിതാബുകളിൽ അവർക്കനുകൂലമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വൈരുദ്ധ്യമാണ്. സൂഫി ചരിത്രത്തിൽ മറ്റൊരു സംഭവമുണ്ട്. ഇറാഖിലെ ബൽക്ക് പ്രദേശത്തെ ഒരു പുണ്യവാളൻ ഷക്കീഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഷക്കീഖ് എന്ന് പറയുന്ന ഒരു പുണ്യവാളൻ ഒരിക്കൽ ദൂരദേശത്തേക്ക് ഒരു സംഘം ആളുകളോടൊപ്പം കച്ചവടത്തിന് പോകാൻ തീരുമാനിച്ചു. ദൂരയാത്രക്ക് കച്ചവടത്തിന് പോകുന്ന ഒരു യാത്രാ സംഘത്തോടൊപ്പം അദ്ദേഹവും ഒരു പങ്കാളിയാകാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായതിനാൽ ഷക്കീഖിനെ യാത്രയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇബ്രാഹിം എന്ന വ്യക്തിയും സുഹൃത്തും എത്തുകയുണ്ടായി. അങ്ങനെ ഷക്കീഖ് എന്ന തന്റെ സുഹൃത്തിനെ യാത്രയാക്കിയതിനു ശേഷം ഇബ്രാഹിം എന്ന സുഹൃത്ത് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്റെ സുഹൃത്തിനെ യാത്ര മതിയാക്കി പള്ളിയിൽ വന്നിരിക്കുന്നതാണ് ഇബ്രാഹിം കണ്ടത്. അദ്ദേഹം ചോദിച്ചു, അല്ലയോ ഷക്കീഖ്, താങ്കൾ എന്തേ തിരിച്ചു പോന്നു? താങ്കൾ എന്തേ യാത്രാ സംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞു ഇങ്ങോട്ട് പോന്നു? കച്ചവടത്തിന് പോകുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം, ഞാൻ കച്ചവടത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ യാത്രക്കിടയിൽ അത്ഭുതകരമായ ഒരു സംഭവം കണ്ടു. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇനി കച്ചവടത്തിന് പോകേണ്ടതില്ല എന്ന്. ഇദ്ദേഹം ചോദിച്ചു, എന്താണ് താങ്കൾ കണ്ട അത്ഭുത സംഭവം? അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, ഷക്കീഖ്, ഞാൻ എന്റെ കൂടെയുള്ള യാത്രാ സംഘത്തോടൊപ്പം യാത്ര ചെയ്ത് ഒരു പ്രദേശത്ത് ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു. ഞാൻ അല്പം മാറിയാണ് ഇരുന്നത്, വിജനമായൊരു പ്രദേശം. അപ്പോൾ ഞാൻ കണ്ടു എന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നീങ്ങി കാലൊടിഞ്ഞ ഒരു പക്ഷി നടക്കാനും പറക്കാനും കഴിയാതെ വേച്ചു നടക്കുന്ന ഒരു പക്ഷിയെ ഞാൻ കണ്ടു. കാല് തളർന്ന കാലൊടിഞ്ഞ ആ പക്ഷി വിജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഈ വിജനമായ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടുപോയ ഈ കാലൊടിഞ്ഞ പക്ഷിക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുക? ഇതിന് എവിടെ നിന്നാണ് ആഹാരം കിട്ടുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു നിന്നപ്പോഴേക്കും വേറൊരു പക്ഷി പറന്നു വരികയും എന്നിട്ട് ഈ കാലൊടിഞ്ഞ പക്ഷിക്ക് അതിന്റെ കൊക്കിലുള്ള ധാന്യം ചുരിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, ഈ ഒറ്റപ്പെട്ട വിജനമായ പ്രദേശത്ത് കാലൊടിഞ്ഞ ഈ പക്ഷിക്ക് അന്നം നൽകിയ, ആഹാരം നൽകിയ തമ്പുരാന് ഞാനിപ്പോ എവിടെ പോയാലും പോയില്ലെങ്കിലും എനിക്ക് എന്റെ ആഹാരം എന്റെ റബ്ബ് എത്തിച്ചു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നതാണ്. അപ്പൊ ഇബ്രാഹിം എന്ന സുഹൃത്ത് ചോദിച്ചു, അല്ലയോ ഷക്കീഖ്, താങ്കൾ ഇത്തരം ഒരു അവിവേകിയായി പോയോ? മറ്റുള്ളവരുടെ കാരുണ്യത്തിലും ദയയിലും ജീവിക്കുന്ന ആ ഞൊണ്ടിപ്പക്ഷിയേക്കാൾ തന്റെ കാര്യം സ്വയം നേടിയെടുക്കുകയും മറ്റുള്ളവർക്ക് സഹായമെത്തിക്കുകയും ചെയ്യുന്ന ആ മറ്റേ പക്ഷിയെ പോലെ ആകേണ്ടവനല്ലേ താങ്കൾ? അതല്ലേ ആർജവം? അതോടെ ഈ ഷക്കീഖ് എഴുന്നേറ്റിട്ട് സുഹൃത്തിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം, താങ്കൾ എന്റെ സുഹൃത്ത് മാത്രമല്ല, താങ്കൾ എന്റെ ഉസ്താദ്, താങ്കൾ എന്റെ ഗുരു കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആ കച്ചവട സംഘത്തിന്റെ കൂടെ ചേരാൻ വേണ്ടി വീണ്ടും അദ്ദേഹം യാത്ര പുറപ്പെട്ടു എന്നാണ്. ഈ സൂഫി ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ കഴിയും.
കുറെ ആളുകൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് പിന്മാറിയ അനുഭവങ്ങളാണ്, അതിലൊന്നാണ് ഇപ്പോൾ വായിച്ചത്. മറ്റൊരു സംഭവമുണ്ട്. ഷെയ്ഖ് ഷഹറാവിയുടെ ഒരു പ്രസ്താവനയാണ്. പള്ളി നിസ്കാരത്തിന് ശേഷവും പള്ളിയിൽ നിന്ന് പോകാതെ മറ്റുള്ളവർ കൊണ്ടുതരുന്ന ഭക്ഷണവും പ്രതീക്ഷിച്ച് പള്ളിയിൽ തന്നെ തസ്ബീഹുമാലയും മറിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സൂഫിയെ കണ്ടപ്പോ ഷെയ്ഖ് ഷഹറാവി ഇങ്ങനെ പറഞ്ഞു അത്രേ: തയ്യൽക്കാരന്റെ കയ്യിലെ സൂചിയും ആശാരിയുടെ കയ്യിലെ ഉളിയും ഈ തസ്ബീഹുമാലയേക്കാൾ എത്ര ശ്രേഷ്ഠമായതാണ്. നിസ്കാരം കഴിഞ്ഞിട്ടും അധ്വാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയാതെ മറ്റുള്ളവർ കൊണ്ടുവരുന്ന ആഹാരവും പ്രതീക്ഷിച്ച് ഔദാര്യവും കാത്തിരിക്കുന്ന സൂഫിയുടെ കയ്യിലെ തസ്ബീഹുമാലയേക്കാൾ തുന്നലുകാരന്റെ കയ്യിലെ സൂചിക്കും ആശാരിയുടെ ഉളിക്കും മഹത്വമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരിൽ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അധ്വാനത്തിന്റെ ലക്ഷണം കണ്ടപ്പോ, അധ്വാനിച്ച് പണിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെ തഴമ്പ് കണ്ടപ്പോ റസൂല് ചിരിച്ചുകൊണ്ട് ആ അനുചരന്റെ അടുത്തേക്ക് നേരെ ചെല്ലുകയും ആ തിരക്കിനിടയിൽ ആ അനുയായിയുടെ തഴമ്പിച്ച കൈ തന്റെ കൈയിനോട് ചേർത്ത് പിടിച്ച് ആ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് റസൂല് പറഞ്ഞു: അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് ഈ കൈ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്നേഹിക്കുന്ന, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് ഈ കൈ എന്ന് പറഞ്ഞ് ആ തഴമ്പിച്ച കൈ അള്ളാഹുവിന്റെ റസൂൽ ഉയർത്തിപ്പിടിക്കുകയാണ്. അധ്വാനത്തിന്റെ മഹത്വത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ വിരൽ ചൂണ്ടുകയായിരുന്നു അതിലൂടെ. എത്രയോ സംഭവങ്ങൾ. മദീന പള്ളിയിൽ ഒരു മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു. മദീനക്കാരനായ ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് സഹാബികൾ കേൾക്കെ പറഞ്ഞു: ഇദ്ദേഹം പരദേശത്ത് കിടന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്ന്. ഇദ്ദേഹം ഒരു അന്യദേശത്ത് കിടന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്ന്. സഹാബത്ത് ചോദിച്ചു: അള്ളാഹുവിന്റെ റസൂലെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? റസൂല് പറഞ്ഞു: ആരെങ്കിലും ജീവിതമാർഗം തേടി അന്യദേശത്ത് പുറപ്പെടുകയും അന്യദേശത്ത് പരദേശത്ത് കിടന്ന് മരിക്കുകയും ചെയ്താൽ അവൻ ജനിച്ചു വീണ മണ്ണ് മുതൽ അവിടം മുതൽ അവൻ മരിച്ചു വീണ പ്രദേശം വരെയുള്ള അത്രയും സ്ഥലം നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി മാറ്റിയിടും എന്നാണ് പറഞ്ഞത്. ഹദീസാണ്. അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഇത്ര ശക്തമായ ആഹ്വാനവും പ്രചോദനവും നൽകിയ മറ്റൊരു ദർശനമുണ്ടോ? പ്രവാചകനോളം പോരുമോ കാറൽ മാർക്സ്? തൊഴിലിന്റെ മഹത്വം ലോകത്തോട് ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ആർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? സംഭവങ്ങൾ ഉദ്ധരിച്ച് ഇനി സമയം ഞാൻ കളയുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ പ്രവാചക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ പ്രശ്നം അതല്ല. ഇങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ അനുയായികളാണ് അധ്വാനിക്കാതെ, പണിയെടുക്കാതെ, വിയർപ്പൊഴുക്കാതെ, ഒരു ക്ലേശവുമില്ലാതെ, ഒരു റിസ്ക്കുമില്ലാതെ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറുക്ക് വഴിയിലൂടെ പണമുണ്ടാക്കുന്ന സകലമാന നോട്ടിരട്ടിപ്പ് സംഘങ്ങളുടെയും പണമിരട്ടിപ്പ് സംഘങ്ങളുടെയും തട്ടിപ്പിന്റെ ഇരകളായി അവരുടെ ചതിയിൽ വീഴുന്നവരുടെ ലിസ്റ്റിൽ ഇബ്രാഹീമുകളുണ്ട്, മുഹമ്മദ്മാരുണ്ട്, അബ്ദുൽ കാസിമുമാരുണ്ട്, ഫാത്തിമമാരുണ്ട്. എന്ത് പറ്റി ഈ സമുദായത്തിന് എന്ന് ചിന്തിച്ചു പോകേണ്ട അവസ്ഥ. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു മാളത്തിൽ നിന്ന് വിശ്വാസിയെ 2 പ്രാവശ്യം കടിക്കില്ല എന്നൊരു ഹദീസുണ്ട്. പക്ഷെ മലയാളി അങ്ങനെയല്ല. എത്ര പ്രാവശ്യം അടി കിട്ടിയാലും പണമുണ്ടാക്കാനുള്ള ആർത്തി. യഹ്സബു അന്ന മാലഹു അഖ്ലദ, പണമാണ് തനിക്കെല്ലാം നേടിത്തരുന്നത് എന്ന ആ വികാരത്താൽ മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യം ടൈം ഈസ് മണി. ജീവിതം എന്ന് പറഞ്ഞാൽ പണമാണ്. ഓരോ നിമിഷവും പണമാണ്. അങ്ങനെ ഓരോ നിമിഷവും പണമാക്കാൻ വേണ്ടി പണമിരട്ടിപ്പ് സ്ഥാപനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമുദായത്തിന്റെ ചിത്രം.
കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു മണി ചെയിൻ തട്ടിപ്പുകളെ കുറിച്ച്. എത്ര പ്രാവശ്യം മണി ചെയിൻ തട്ടിപ്പുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ തട്ടിപ്പിനെ കുറിച്ച് കേട്ടാലും നമ്മൾ പഠിക്കില്ല. ആർക്കും പറ്റിക്കാൻ കഴിയുന്ന ഒരു കൂട്ടരായി മലയാളികൾ മാറിയിരിക്കുന്നു. അതിൽ ഈ സമുദായത്തിന്റെ ആളുകളും പണസമ്പാദനത്തിന്റെ മാർഗത്തിൽ ഹറാമ് ഹലാലുകൾ പഠിപ്പിക്കപ്പെട്ട ഈ സമുദായവും പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ ഒരു വസ്തുത. ഈ പ്രവാചകന്റെ അനുയായികൾ എങ്ങനെ ഇതിൽ വീണുപോകുന്നു എന്നതാണ് പ്രശ്നം. ഞാൻ കൃത്യമായി ഓർക്കുന്നു, 2001 ഏപ്രിൽ 8-ാം തീയതി, സ്ഥലം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം. അന്ന് വൈകുന്നേരം 4 മണിയായപ്പോഴേക്കും പാർക്കിംഗ് ഏരിയയൊക്കെ കവിഞ്ഞ് ആയിരക്കണക്കിന് വാഹനങ്ങൾ എറണാകുളം നഗരവീഥികൾ കൈയടക്കി നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിയ ആണും പെണ്ണുമടങ്ങുന്ന ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുക്കുപോലെ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ചെറു ചെറു സംഘങ്ങളായി പോകുന്നവരൊക്കെ വിളിച്ചു പറയുന്നു ആംബേ ആംബേ എന്ന്, ഹജ്ജിന് തൽബിയത്ത് ചൊല്ലുന്ന വിധത്തിൽ. അങ്ങനെ ചെന്നു. 6 മണിയായതോടുകൂടി 75,000 ആളുകളെ കൊണ്ട് സ്റ്റേഡിയവും അതിന്റെ ഗ്രൗണ്ടും ഗാലറിയും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു. 6 മണിയായതോടുകൂടി സ്റ്റേജിൽ നിന്ന് കാതടിപ്പിക്കുന്ന ഗാനം, അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 3/4 ലക്ഷത്തോളം വരുന്ന ആബാലവൃദ്ധം ജനങ്ങൾ നൃത്തം ചവിട്ടാൻ തുടങ്ങി. സ്റ്റേജിൽ നിന്ന് അനൗൺസറുടെ ശബ്ദം സെലിബ്രേറ്റ് എന്ന്. അപ്പോൾ കൂടുതൽ ആവേശത്തോടെ എല്ലാവരും ചേർന്ന് ആടുകയാണ്. മലയാളിയെ മണി ചെയിൻ മാതൃകയിലൂടെ പറ്റിച്ച ആംബെ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡയമണ്ട് നൈറ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് ഈ ഡയമണ്ട്? ഈ കമ്പനിയുടെ മാർക്കറ്റിംഗിന് വേണ്ടി സ്വയം കണ്ണി ചേരുകയും മറ്റുള്ളവരെ കണ്ണികളാക്കുകയും ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ചില പദവികളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ണു ചേർക്കുന്ന ആൾക്ക് കൊടുക്കുന്ന പദവിയാണ് ഡയമണ്ട് പദവി. അതിന്റെ തൊട്ട് താഴെ എമറാൾഡ്, റൂബി, ഗോൾഡ്. എന്തായിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങൾ ഇപ്പൊ പുതിയ രൂപത്തിൽ അത് വന്നിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളെ തേടിപ്പിടിച്ച് കൂടുതൽ പെർഫോമൻസ് കാണിച്ച ഡയമണ്ട് നേടിയ ആളുകൾക്ക് കൊടുക്കുന്ന അംഗീകാരത്തിന്റെ ഒരു ചടങ്ങാണ് അവിടെ. അങ്ങനെ ഡയമണ്ട് നേടുന്ന ആളുകളെ വിളിക്കാൻ ഒറ്റക്കല്ല, ഡയമണ്ട് ജോഡികൾ ഭാര്യയോടൊത്താണ് വരുന്നത് എല്ലാവരും. അങ്ങനെ ഡയമണ്ട് ജോഡികളെ വിളിക്കാൻ തുടങ്ങി. മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടു നിന്നും പുത്തനത്താണിയിൽ നിന്നുമൊക്കെ പർദ്ദയും അഫ്തയും ഇട്ട താത്താമാർ, ഈ മുസ്ലിം സമുദായത്തിന്റെ പെൺകുടികൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സ്റ്റേജിലേക്ക് കയറുന്നു. അനൗൺസർ വിളിച്ചു പറയുന്നു എൻജോയ് എൻജോയ്. അതോടെ സ്റ്റേജും സദസ്സുമൊക്കെ ആടുകയാണ്. അവസാനം റിസൾട്ട് വന്നു. കുറെ കൂടിയൊക്കെ കഴിഞ്ഞപ്പോ ഡയമണ്ടും എമറാൾഡൊക്കെ കിട്ടി ഏതാനും വിരലിലെണ്ണാകുന്ന കുറെ ആളുകൾ കോടികൾ തട്ടി, അവർ ലക്ഷങ്ങൾ തട്ടി, സ്വയം പണമുടക്കി ചേരുകയും കുറച്ചു പേരെയൊക്കെ ചേർക്കുകയും ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നഷ്ടത്തിലാവുകയും ചെയ്ത ഒരു കഥയാണ് ഈ കമ്പനിയുടെ നെറ്റ്വർക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? മണി ചെയിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ടിയ 2 അർത്ഥത്തിൽ തെറ്റാണ്. 2 അർത്ഥത്തിൽ. ഒന്ന്, അത് പലിശയുടെ സ്വഭാവമുള്ള പലിശ പണമാണ്. മറ്റൊന്ന്, മറ്റുള്ളവനെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ കൂടി പണമാണ്. വഞ്ചനയും പലിശയും ചേർന്ന ഒരു സാമൂഹ്യ തിന്മയായി സർക്കാർ ഇടക്കിടക്ക് പദ്ധതി പ്രഖ്യാപിക്കും, ഇവരെ വേട്ടയാടുമെന്ന് പറയും. പക്ഷേ ഇവർ പിന്നെയും പല രൂപത്തിൽ പൊങ്ങും. ഈ പൊങ്ങുമ്പോഴൊക്കെ അതിന്റെ ഇരകളിൽ ഉമ്മത്ത് മുസ്ലിമയുടെ അനുയായികളും പെട്ടുപോകുന്നു എന്നുള്ളതാണ്. കണ്ണി ചേർക്കുക. നമ്മുടെ ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ പരസ്യം, അല്ലെങ്കിൽ അതിൽ ആളുകളെ ചേർന്നത് വാഗ്ദാനം എന്താണ്? 1 ലക്ഷം രൂപക്ക് മാസം 10,000 രൂപ. 1 ലക്ഷം രൂപ നിങ്ങൾ തരൂ, നിങ്ങൾ ഷെയർ ചെയ്യൂ, 10,000 രൂപ. അടുത്ത ഓഫർ എന്താണ്?
1,00,000 രൂപക്കുള്ള മറ്റ് ആളുകളെ കൂടി നിങ്ങൾ ചേർത്താൽ, ഓരോ ആളെ നിങ്ങൾ ചേർക്കുന്തോറും നിങ്ങളുടെ നിക്ഷേപ തുകയ്ക്ക് 5% വരെ ലാഭവും മാസം കിട്ടും. അപ്പൊ എത്ര കിട്ടും? മാസം ഒരാളെ ചേർത്താൽ 15,000 രൂപ മൊത്തം കിട്ടും. 2 ആളെ ചേർത്താൽ 20,000 രൂപ. അങ്ങനെ കണക്കിലെ ഈ കളിയിൽ വഞ്ചിതനായി തങ്ങളുടെ പണം ഉള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വച്ചും ആധാരം വരെ വെച്ചുകൊണ്ടൊക്കെ ഇത്തരം കമ്പനികളിൽ കൊണ്ടുപോയി കൊടുത്തു, മറ്റുള്ളവരെ കൊണ്ടുപോയി ചാടിച്ചു. അവസാനം അറിയുന്നു കമ്പനി ഓഫീസൊക്കെ പൂട്ടി അവിടുന്ന് പോയി കളഞ്ഞിരിക്കുന്നു എന്ന്. ഈ വഞ്ചനക്ക് മറ്റുള്ളവരെ കൊണ്ടുപോയി ഇതിൽ ചാടിച്ചതിന്റെ സമാധാനം പടച്ചവനോട് പറയണ്ടേ? മറ്റൊന്ന്, ഈ അധ്വാനിക്കാതെ കിട്ടുന്ന ഈ 10,000ന്റെ ഇത് പടച്ചവനോട് പറയണ്ടേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ച് പടച്ചതമ്പുരാ മനുഷ്യനോട് ചോദിക്കും. നിന്റെ നിസ്കാരത്തിന്റെ തഖ്വയെക്കുറിച്ച് മാത്രമല്ല, അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു, നിന്റെ ധനം എവിടെ നിന്നുണ്ടാക്കി, നീ ഇത് എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ അത് ചെലവഴിച്ചു, വഫീമാ അൻഫഖഹു. ഈ സമുദായം പഠിക്കണ്ടേ? അപ്പൊ പറയുന്നത് അത് ലാഭമാണ് എന്നാണ്. കമ്പനിയുടെ ലാഭം എടുക്കുന്നത് തെറ്റുണ്ടോ? ഇത് ലാഭമല്ല, ഇത് പലിശയാണ്. ഇത് തന്നെയാണ് പണ്ട് പലിശയുടെ വക്താക്കളും പറഞ്ഞത്. എന്താണ് പലിശയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ് ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ. പലിശ തിന്നുന്നവർ, അത് ബാങ്ക് പലിശയായാലും വട്ടിപ്പലിശയായാലും വ്യക്തിപ്പലിശയായാലും പലിശയാണ്. പലിശ തിന്നുന്നവർ, പലിശദീനികൾ, അവർ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് പിശാച് ബാധ ബാധിച്ചവനെ പോലെയായിരിക്കും. പിശാച് ബാധയേറ്റവനെ പോലെ, ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവൻ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എന്നിട്ട് ഖുർആൻ അതിന്റെ കാരണം പറഞ്ഞു. എന്താണ് ഈ ശിക്ഷ അവർക്ക് ലഭിക്കാൻ കാരണം? അവര് പറഞ്ഞു, ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കച്ചവടവും പലിശയും ഒന്ന് തന്നെയാണ്. കച്ചവടം ചെയ്ത് ലാഭം കിട്ടുന്നു, പലിശ കൂടെ നമ്മൾ പണം കൊടുക്കുന്നു, അതിന് ലാഭം കിട്ടുന്നു. അങ്ങനെ കച്ചവടത്തെയും പലിശയെയും ഒന്നായി പ്രഖ്യാപിച്ചിട്ടാണ് തങ്ങളുടെ പലിശക്ക് അന്ന് അവിടുത്തെ ജനങ്ങൾ, മക്കയിലെ ജനങ്ങൾ വെള്ളപൂശിയത്. അതാണ് ഇന്നും ഈ മണി ചെയിനിന്റെ വക്താക്കൾ, അതിൽ ചേരുന്ന ആളുകൾ പറയുന്നത്. ഇത് കച്ചവടമല്ല. ഇസ്ലാമിൽ കച്ചവടത്തിനൊരു നിയമമുണ്ട്. എന്താണ് കച്ചവടം? എന്താണ് പലിശ? പലിശക്ക് നഷ്ടസാധ്യതയില്ല, ലാഭം ഉറപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷെ കച്ചവടം എന്ന് പറയുന്നത് നഷ്ടവും ലാഭവും സഹിക്കാൻ തയ്യാറാകണം. മാസം ഇത്ര ശതമാനം തരാമെന്ന് ഉറപ്പിൽ ഏർപ്പെടുന്നത് കച്ചവടമല്ല. ഇത്ര വച്ച് തരാമെന്ന ഉറപ്പ് വാങ്ങി താൻ ചേർന്നിരിക്കുന്ന കമ്പനി പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറയുന്നത് എങ്ങനെ കച്ചവടമാകും? ഇസ്ലാമിൽ കച്ചവടം ഹലാലാകുന്നതിനുള്ള ഉപാധി നഷ്ടത്തെയും സഹിക്കാൻ തയ്യാറാകണം എന്നതാണ്. അതാണ് കച്ചവടം. പക്ഷേ നഷ്ടസാധ്യതയില്ലാത്ത, താൻ മുടക്കിയതിന് ഉറപ്പുവരുത്തുന്ന നിശ്ചിത ഒരു വിഹിതം, എന്നിട്ട് ഇതിന് ലാഭം എന്ന് പറയുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സമ്പ്രദായങ്ങളോട് ഇസ്ലാമിക സമൂഹം ആദർശപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരണം. അധ്വാനിക്കാത്ത പണം. ചൂതിന് ഖുർആൻ ഉപയോഗിച്ച പദം അറിയണ്ടേ? മൈസിർ എന്നാണ്. മൈസിർ. മൈസിർ എന്ന് പറഞ്ഞാൽ എളുപ്പം പണമുണ്ടാക്കുന്ന വഴി എന്നാണ്. യുസിർ, എളുപ്പം. ഇന്നമാൽ ഉസിരി യുസർ എന്ന് ഖുർആൻ പറഞ്ഞില്ല? യുസിർ, എളുപ്പം. ആ യുസിറിൽ നിന്നാണ് മൈസിർ എന്ന പദം ഉണ്ടായത്. അധ്വാനിക്കാതെ, വിയർപ്പൊഴുക്കാതെ ഉണ്ടാക്കുന്ന പണം. അതൊക്കെ ചൂതിന്റെ പരിധിയിലാണ്. അപ്പൊ ശാരീരികമോ ബുദ്ധിപരമോ ആയ യാതൊരു ക്ലേശവും ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന പണം. അധ്വാനം എന്ന് പറയുമ്പോൾ ശാരീരിക അധ്വാനം മാത്രമല്ല, ശാരീരികമോ ബുദ്ധിപരമോ ആയ റിസ്ക്, അത്തരം അധ്വാനത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കച്ചവടം, നഷ്ടസാധ്യതകളെ ലാഭസാധ്യതയോടൊപ്പം നഷ്ടത്തെയും കൂടി സാധ്യതയുള്ള ഒന്നായി കണ്ടുകൊണ്ട് കച്ചവടത്തിൽ ഏർപ്പെടുക. അതല്ലാത്തതൊക്കെ പലിശയാണ്. ഞാൻ പലിശയുടെ കൂടുതൽ കെടുതികളിലേക്ക് പ്രവേശിക്കുന്നില്ല. പറഞ്ഞു വന്നത്,
ഇന്നത്തെ ഈ മണി ചെയിൻ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഭൗതിക സർക്കാരുകൾ പോലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലത്തൊക്കെ പള്ളിയിലെ ഉസ്താദുമാര് വരെ ഇതിലൊക്കെ ചേർന്നിട്ടുണ്ട് എന്നാണ്. വെറുതെ കിട്ടുകയുള്ളൂ. ഒരു ഇജ്തിഹാദ് നടത്തി എന്താണ് ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ഇസ്ലാമികമായ വിധി എന്നറിയാതെ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം വായിച്ചപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചില പണ്ഡിതന്മാർ ഇതിൽ ചേർന്നു എന്നതാണ് അവർ അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥരെയും IAS ഓഫീസർമാരെയൊക്കെ ചേർത്ത കൂട്ടത്തിൽ ഇരിക്കട്ടെ സമുദായത്തിന്റെ ഒരു പ്രതിനിധി. എന്നിട്ട് അവരുടെയൊക്കെ ഫോട്ടോ വച്ചിട്ടാണ് ഇരകളെ പിടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, ഇത്തരം വലയിൽ വീണുപോകുന്ന സ്വയം വിട്ടു നിൽക്കുകയും നിരപരാധികളായ കുറെ മനുഷ്യന്മാർ ഇതിലേക്ക് ചാടിച്ചാൽ അതിന്റെ കൂടി കണക്ക് പടച്ചവനോട് പറയേണ്ടി വരും എന്ന മനസ്സോടുകൂടി ഇത്തരം സാമൂഹ്യ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ജാഗ്രത ഒരു മുത്തഖി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. സാമ്പത്തിക വിശുദ്ധി ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു അടിത്തറയാണ്, ഒരു പ്രമാണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ജീവിതം നയിക്കുന്ന അവന്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.